മേപ്പാടൻ വന്നോളൂ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ കോലോത്ത് അങ്ങേക്കാൾ മനഃശക്തിയും ഈശ്വര ചൈതന്യവും വേറെ ആർക്കാ ഉള്ളത്? അങ്ങിത് ഏറ്റുവാങ്ങണം. അഗ്നയേ തേജോധിപതയെ ശക്തിഹസ്തായ സൂര്യപാർഷദേ നമ. ഇനി ഇത് കൈമാറാൻ പാടില്ല. ഇന്ന് രാത്രി ഏകനായി കോലോത്തിന്റെ 4 അതിരുകളിലും ഇത് കുഴിച്ചിടണം. ഒരു കാര്യം അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുഴിച്ചിടുന്നതിന് മുമ്പായിട്ട് 3 വട്ടം ജലത്തിൽ മുങ്ങി അരയിൽ ഒരു കോടിമുണ്ട് മാത്രം ധരിച്ചു വേണം കർമ്മങ്ങൾ നടത്തുവാൻ. ഓം ശക്തി ദുർഗായ നമ. ഓം കാളി നമോ നമോ. ഓം ശക്തി ദുർഗായ നമ. ഓം കാളി സഹിക്കണേനും ക്ഷമിക്കണേനും ഒരു അതിലുണ്ട് കേട്ടാ. നിങ്ങളെ ഞാനൊന്ന് സ്നേഹിച്ചു പോയ കുറ്റത്തിന് എന്നെ ഇവിടിട്ട് പെടുത്തുന്ന പെടാപ്പാടൊന്നും പോരാഞ്ഞിട്ട് ഇപ്പറേ നട്ട പാതിരാക്കി ഒറ്റ മുണ്ട് കൊടുത്തോണ്ട് നടക്കണോന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? ഓരോരോ വിശ്വാസങ്ങളെ. ഇതാണാ വിശ്വാസം? പാതിരാക്കി പെണ്ണുങ്ങൾ ഇത്തറ്റം തുണി കൊടുത്തോണ്ട് നടക്കണതാ. വേണമെങ്കിൽ ഇതൊരു മുണ്ടെടുത്തോ. ഓ, ഇതുവരെ ആകാവാ. മറ്റാരുടെയും സാന്നിധ്യം ഉണ്ടാവില്ല. വേണമെങ്കിൽ 4 അതിരിലും ഞാൻ തന്നെ നേരത്തെ കുഴി കുത്തിയിട്ടേക്കാം. നിർബന്ധമാണെങ്കിൽ ഒരു കൊച്ചു തോർത്തുകൂടി പൊതച്ചോ. ഈ തകിട് കൈമാറാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ടാ. നിന്റെ കൃഷ്ണേട്ടൻ മരിച്ച നീ വിധവയായി പോവില്ലേ? എനിക്ക് വേണ്ടി ത്രേസ്യ മോളെ ഈ ഉപകാരം ചെയ്യണം. ഞാനെന്നും കീഴടങ്ങിയേക്കണത് ഈ സ്നേഹത്തിന്റെ മുമ്പിലല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും ചെയ്യാൻ കേട്ടാ. ഓ, അതും ഇല്ല പോ. എനിക്ക് മേലായ എന്റെ ഉണ്ണിയേശുവേ. കൊരങ്ങനോ? ഓ, കുറുക്കനോ? ഒന്ന് തെളിച്ചു പറ. എന്താ കാര്യം പറ. എന്താ മാ മാ യാ മായ യാ ക്ഷീ യാ ന്. മായ യക്ഷിയാണെന്നോ? എന്താ അമ്മാവത്? അവളൊരു പാവം കുട്ടിയല്ലേ? തളർച്ച കൂടി അമ്മാവനിപ്പോ ഭ്രാന്തമായോ? എന്താ അമ്മാവത്? നീ അവളുടെ വീട്ടിൽ പോണം. ഞാൻ അവളുടെ വീട്ടിൽ പോണമെന്നോ? എന്തിന്? മുത്തച്ഛ, മായയുടെ മുത്തച്ഛ, ആരുമില്ലേ? ജനനം 1862, മരണം 1942. എന്റെ കുട്ടിക്ക് അവിടെ സമാധാനം കൊടുക്കില്ല എന്നുണ്ടോ? എന്താ എന്താ കൃഷ്ണ? അവിടെ എന്താ? അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. തമ്പുരാൻ വിഷമിക്കണ്ടാട്ടോ. ഇന്ന് രാത്രി സ്വാമികൾ തകടുകൾ കുഴിച്ചിടുന്നതോടെ പരദേവതകൾ നമ്മളെ കാത്തു രക്ഷിക്കും. വരിക.
സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം ആരാ? എന്താ അവിടെ? യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ രാമ. യേശുവേ സ്തോത്രം യേശുവേ നന്ദി എടാ, അവന്റെ ഒരു ആവേശാനന്ദ സ്വാമികൾ. ഈശ്വരാ, എന്താണോ പറയുന്നത്? ഛോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായെന്തോ? ഒരു പിടിയുമില്ല. നിനക്കോ? ഇല്ല. രണ്ടുപേർക്കും അസുഖം ഇത്തിരി കൂടുതലാണെന്നാ തോന്നുന്നത്. ആ, മായ വന്നല്ലോ. മായ കാണുമെന്ന് ഇവർ എഴുതി കാണിച്ചു. എന്താ മാവ? ഇളയമ്മ അമ്പലത്തിലേക്ക് പൊയ്ക്കോളൂ. ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അവിടെ നിന്നേ. ദേ, എന്നെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ കാലും കൂടി തളർത്തി കിടക്കെ തന്നെ കിടത്തും. അസുഖം ഭേദമാക്കണമെന്നാണോ? അസുഖമൊക്കെ ഭേദമാക്കി തരാം. പക്ഷെ ആ ഏലസ് കുറച്ചു നേരത്തേക്ക് അഴിച്ചു വെക്കേണ്ടി വരും. ധൈര്യമില്ലെങ്കിൽ വേണ്ട, അസുഖം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. ദേ, സൗമ്യ രമ്യ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? നിങ്ങൾ ഈ മാമന്മാരുടെ ഏലസ് ഒന്ന് അഴിച്ചെടുത്തേ. താനെന്തിനാ ഇവിടെ ഒന്ന് ഇങ്ങനെ പതുങ്ങിക്കണേ? ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനെന്തിനാ ഓടിയത്? ഓട് ഞാനോ? നോൻ കണ്ടു. താനൊന്ന് ഞെട്ടിയതും പെട്ടതും മുങ്ങിയതും. എന്നാ ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ്. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. പരിശോട്ടും വാക്കുതാ കാണിച്ചിരട തെണ്ടി. പറയ്. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ ഗതികേട്. കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21%. ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കുന്നുകളയും. അങ്ങനെയാണോ? ഇത് തോം ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. പേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരച്ച നമ്പൂരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതിലിയാടി. അല്ല, തഞ്ചാവൂര് പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചാപ്പന്മാര് നിന്നെ അന്വേഷിച്ച് കിടപ്പുണ്ടെന്ന് കേട്ട്. അയ്യോ, കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട്. ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്ത തന്നെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? പോട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടെങ്കിലും അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശായിട്ടെങ്കിലും ഉപയോഗിക്കായിരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി. ഞാനും എന്താ ചെയ്യണ്ടത്? നീ എന്തെങ്കിലും ചെയ്യേ. എന്നാ ഇവിടെ തന്നെ കൂടാ അല്ലേ? എനിക്കൊരു സഹായാവല്ലോ നീ. അതൊന്നും ശരിയാവില്ല. ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാനെങ്കിലും ഒരാള് വേണ്ടേ? നീ പോയി നിർത്ത്. എന്താ? അല്ല, നീ എന്തിനാ പരശു നമ്പൂരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു. പരശു നമ്പൂതിരി നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചോ? ഇപ്പൊ പരശുനമ്പൂരി കാണണോ അല്ലേ? അതെ. ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ. അത് തന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ, സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. എന്താടാ? അവിടെ ഒരു പൂണൂലിട്ട വന്ന് ചുറ്റിത്തിരുന്നല്ലോ. കൊച്ചാപ്പ, അയാൾ എന്താണ് കാണിക്കുന്നത്? എടാ, നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. അയാള് പിന്നെയും കാണിക്കണ ഏതാണ്ട് കളിയാക്കാണ്. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ.
എന്താണ്ടാ ഹിമാറ അനക്കെ നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്ക. നോ ഉപദ്രവകാരിയല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മൊല്ലാക്ക. മൊല്ലാക്ക നിന്റെ ബാപ്പ. മുല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. ആ കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം പണം. ഉറുപ്പിയേ? അതെ. ഒരു ഹംക്കുണ്ട്. എന്നാൽ അമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിൽക്കണു. നോ കാണിച്ചരം വരിക. എന്താണ്ടാ ഇവൻ കോണാൻ തലയിലെ കെട്ട ഫാഷനായിരിക്കും. ഇവിടെ നിന്നോളൂ, നോ വിളിച്ചോണ്ട് വരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സലീമേ, ഈ അർക്കവാടത്തിട്ട് ഉടിച്ചകത്ത് കയറാൻ. ഞാൻ ചരിഞ്ഞ് കയറ്. ചരിഞ്ഞ കേറാൻ പോയി. മോനെ മോനെ അവസ്ഥ മോനെ കാശ് വേണ്ടടാ. വാ, ഈ അറാമ്പറത്തിനോടെ പോയി. എവിടെ പോവാ? പിന്നെ നിക്കണ റാമ്പറ നമ്മളെ വട്ടം. ഇനിയിപ്പോ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം? ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചു തരാം. ഞാന് അയ്യോ കൊച്ചപ്പ. എന്റെ കർത്താവേ. വേണ്ട, തോന്നിയതാവും. പിടിച്ചു കഴിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് ഇഷ്ടായി കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്വയംവര പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം, പക്ഷെ പ്രായം നോക്കണം. എന്റെ മോള് പറഞ്ഞാണ്ടല്ലോ, ഞാൻ ഇതുമ്മ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ. തമ്പുരാട്ടിയാണ് തമ്പുരാട്ടി.